മച്ചന്മാരെ നമസ്കാരം കേട്ടോ, റിയാസാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഐബൽ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറിൻ്റെ ചെറിയൊരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമ്മളിത് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 990 രൂപയോളം ഏകദേശം വിലയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആലുവയിലുള്ളൊരു കമ്പനിയാണ്. ഇത് ഹൈടെക് മെഷീനറീസ് എന്നൊരു കമ്പനിയാണ് ഇതിവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. 1850 ഇതിൽ പ്രൈസ് കാണിച്ചിട്ടുണ്ട്. ചൈനീസ് മെയ്ഡ് പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 990 രൂപ സൂപ്പർ കോയിൻ അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വാങ്ങാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ മോഡുലാർ സ്വിച്ചസ് ഉള്ള മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യുമ്പോൾ, ഈ സ്വിച്ച് ബോർഡുകളൊക്കെ ഉള്ള മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യുമ്പോൾ ഇത് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞ ചടങ്ങാണ്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ പോലും 4 സ്ക്രൂ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഒരുവിധം നീട്ടുള്ളതാണെങ്കിൽ 6 സ്ക്രൂ ഉണ്ടാവും. ഇനി വലുതാണെങ്കിൽ 8-10 സ്ക്രൂ വരെയൊക്കെ പോവും ചിലപ്പോൾ. അപ്പോൾ അതിൽ നിന്നും എന്താ പറയുക, പെട്ടെന്ന് അഴിച്ചെടുക്കാനുണ്ട്. ഈ 10 സ്ക്രൂ അഴിച്ചെടുക്കാൻ ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് ടൈം പിടിക്കും. ഏകദേശം ഒരു 2 ഇഞ്ചൊക്കെ വരും ഒരു സ്ക്രൂവിൻ്റെ നീളം ചിലപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് ഓണേഴ്സ് മാനുവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓണേഴ്സ് മാനുവൽ എല്ലാവരും വായിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ടിലെ ബട്ടൺ ടൈറ്റ് ചെയ്യാനും ബാക്കിലെ ബട്ടൺ ലൂസ് ചെയ്യാനാണ്. ഇത് കൂടാതെ ഇതിൽ ഒരു നോൺ കോണ്ടാക്റ്റ് മറ്റേ ഇലക്ട്രിക് ടെസ്റ്ററും കൂടി ഉണ്ട്. നമുക്ക് കറണ്ട് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് കുത്തി നോക്കേണ്ട ആവശ്യമില്ല, അടുത്തേക്ക് ചെന്നാൽ മതി. നമുക്ക് ഈ 2 ബിറ്റ്, കുറച്ച് നീളമുള്ള ഗ്രൂവ്സൊക്കെ ഉള്ള ബിറ്റാണ് നമുക്ക് കിട്ടിയേക്കണം കേട്ടോ. ഇങ്ങനത്തെ ഒരു 2 ബിറ്റ് കിട്ടുന്നുണ്ട്. ഒരു ഹെഡ് ഫിലിപ്സും ഒരു മൈനസുമാണ് കിട്ടുന്നത് കേട്ടോ. അത് രണ്ടും ഒരേ മോഡലാണ്, മാഗ്നറ്റ് ടൈപ്പാണ് കേട്ടോ. ഇനി കൂടാതെ നമുക്കൊരു ടൂൾ കിറ്റായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതൊരു അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്റർ നമുക്ക് ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ ഘടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിലുള്ള ബിറ്റ് ആയിട്ടുള്ള ഹെഡുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ബിറ്റ് ഹെഡ് മറ്റേ സ്റ്റാർ വരുന്നുണ്ട്, ഫിലിപ്സ് വരുന്നുണ്ട്, ബോക്സ് വരുന്നുണ്ട്, മൈനസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം ആവശ്യങ്ങളൊക്കെ നമുക്ക് ഇതുകൊണ്ട് നടക്കും. അപ്പോൾ നമുക്ക് ഇനി ഒരു ടെസ്റ്റ് അടിക്കാം. ഈ സ്ക്രൂ നമുക്കൊന്ന് അഴിച്ചെടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്റ്റോപ്പ് വാച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോപ്പ് വാച്ച് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സമയം നമുക്കറിയാൻ പറ്റും, ഏകദേശം എത്ര നേരം കൊണ്ട് നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ സാധാരണ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടാണ് അഴിക്കുന്നത്. ഇത് ഏകദേശം 30 സെക്കൻഡിൽ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്ര ഫാസ്റ്റായിട്ട്, അതായത് നമ്മൾ ഫ്രഷായിട്ട് അഴിക്കുന്നതാണ്. നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ടയേർഡായിരിക്കും. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന ഭാഗം വരുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ചൊന്ന് ക്ഷീണിക്കും. നമുക്ക് ആ സമയം അത്രയും ക്ഷീണം നമുക്ക് സാധാരണ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് അഴിച്ചെടുക്കുന്ന ടൈമാണ് നമ്മൾ കാണിക്കുന്നത്. 32 സെക്കൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് അഴിച്ചെടുക്കാൻ. ഇനി ടൈറ്റ് ചെയ്യാനും ഏകദേശം അത്രയും സമയം തന്നെ നമുക്ക് വരുന്നുണ്ട്. നമ്മളെങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം ഒരു 32 സെക്കൻഡ് തന്നെ ഇതിന് എടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ നമ്മുടെ ഉപയോഗം, ഇത്രയും നീട്ടുള്ള സ്ക്രൂ ഒക്കെ വരുന്ന സമയത്ത് ചിലതിൽ 1.5 ഇഞ്ച് 2 ഇഞ്ച് നീളമുള്ള സ്ക്രൂ ഒക്കെ മോഡുലാർ സ്വിച്ചസിൽ വരുന്നത്. ചിലതിൽ മാത്രമേ ഉള്ളൂ 1 ഇഞ്ചിൻ്റെ ഒരു 2.5 സെൻറ്റിമീറ്റർ നീളമുള്ള സ്ക്രൂ വരുന്നത്. ബാക്കിയെല്ലാം നല്ല നീളത്തിലുള്ള സ്ക്രൂ ആണ് വരിക, പ്രത്യേകിച്ച് ബ്രാൻഡഡിൽ. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കോളൂ, ഏകദേശം ടൈറ്റായി വരുമ്പോൾ തന്നെ 25-26 സെക്കൻഡൊക്കെ ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 28 സെക്കൻഡ് 29 സെക്കൻഡ് ടൈം പിടിച്ചിട്ടുണ്ട്. നമ്മൾ നോർമൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ അഴിക്കുമ്പോൾ, ഇപ്പോൾ ടൈറ്റ് ചെയ്തപ്പോൾ അഴിച്ചപ്പോൾ നമുക്ക് 32 സെക്കൻഡ്. ഇതേ പണി നമുക്ക് ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതിലിടുന്ന നീളൻ ബിറ്റാണ് ഇടുന്നത്. ചെറിയ ടൂള് ഉപയോഗിക്കുന്നില്ല നമ്മൾ. നീളം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇത് തന്നെയാണ് ധാരാളം. അപ്പോൾ ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പിൻഡിൽ പുറത്തേക്ക് വലിച്ചാൽ ലോക്ക് ആയിക്കോളും. പിന്നെ വിട്ടൊന്നും പോരത്തില്ല. പോരാത്തതിന് മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് അഴിച്ച് നോക്കുകയാണ്. അഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം എത്ര ടൈം പിടിക്കുമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ഗണ്ണാണ് ഉപയോഗിക്കാറ്. സ്ക്രൂ ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗം വരുന്നത് ഇലക്ട്രീഷ്യന്മാർക്ക് ഉപയോഗം വരും. ഇപ്പോൾ വീട്ടിലായാലും നമ്മൾ വല്ല സ്ക്രൂ ഒക്കെ അഴിക്കുന്നു, നമുക്ക് ഉപയോഗം വരും. 14 സെക്കൻഡിൽ നമുക്ക് ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തന്നെ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. നേരത്തെ സ്ക്രൂ അതുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഊരിയത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ വ്യത്യാസം നോക്കിക്കോളൂ. ഏകദേശം 12 സെക്കൻഡ് കൊണ്ട് പണി കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 24 സെക്കൻഡ് കൊണ്ട് ഊരിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മിനിറ്റിൽ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രീഷ്യന്മാരെ സംബന്ധിച്ചറിയാം, ഏറ്റവും ലാസ്റ്റാക്കി ഇങ്ങനത്തെ പണിയൊക്കെ വരാം. ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ ബാറ്ററി തീർന്നു എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ സ്ക്രൂ ഡ്രൈവർ പോലെ ഇത് ഉപയോഗിക്കാം. ഒരുപാട് ടൈറ്റ് ചെയ്താലും പ്രത്യേകിച്ച് പ്രശ്നവും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. അപ്പോൾ നമുക്കിതിൻ്റെ നടുക്കത്തെ സ്വിച്ചിന് നോൺ കോണ്ടാക്റ്റ് ഇലക്ട്രിക് വോൾട്ടേജ് ടെസ്റ്ററാണ്. അതൊന്ന് നമുക്ക് ഒരു
മീറ്റർ ബോർഡിൻ്റെ അടുത്ത് വെച്ച് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഫ്യൂസിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ഇത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് അകലേക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു സെൻസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സെൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ ചുമരിൻ്റെ ഭാഗത്തേക്കൊക്കെ നമുക്കൊന്ന് കാണിച്ച് നോക്കാം. ബോർഡുമൊക്കെ കാണിക്കുന്നുണ്ട്. ചുവരിൽ ഒരു ഘട്ടം വരുമ്പോൾ ഇത് ഓഫാവും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ അകത്ത് പോയി ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം അതേ നീളത്തിൽ പവർ വരുന്നുണ്ട്, ഇൻവെർട്ടർ കണക്ഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വരുന്നത്. നമുക്കൊരു ലൈറ്റൊക്കെ ഉണ്ട്, രാത്രിയൊക്കെ ഒരുവിധം പ്രകാശം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. പ്രത്യേകിച്ച് ടോർച്ച് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് നോക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി ടെസ്റ്റ് നോക്കണം. അത് കൂടാതെ ഞാൻ അഡാപ്റ്ററും കൂടി ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഊരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് സ്ലീവ് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് വലിച്ചാൽ മതി, അത് ഊരിപ്പോകുന്നോളും. പക്ഷേ അഡാപ്റ്റർ വെക്കുന്ന സമയത്ത് അഡാപ്റ്ററിന് ഗ്രൂവ്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് കയറില്ല. അതായത് സ്ലീവ് പൊന്തി തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ സ്ലീവ് വലിച്ചാൽ, ഇപ്പോൾ സ്ലീവ് വലിച്ചു, ആ സ്ലീവ് പൊന്തി തന്നെ ഇരിക്കും. അത് ലോക്കാവില്ല. കാരണം അതിൻ്റെ അത് ചെറിയൊരു വെട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ ഇരിക്കുന്ന ബിറ്റിൽ കാണാം, ആ വെട്ടിലാണ് ശരിക്കും അത് ലോക്കാവുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് പോകുന്നില്ല കേട്ടോ, വലിച്ചാലേ പോരുന്നുള്ളൂ. ഒരുവിധം കണ്ടില്ലേ, ഒരുവിധം വലിച്ചാലേ പോരുന്നുള്ളൂ. ഇപ്പോൾ നിലത്തേക്ക് കാണിച്ചാലൊന്നും പോരില്ല. പിന്നെ മാഗ്നറ്റ് ഉള്ളതിൻ്റെ പേരിൽ ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഏത് ടൂളാണെന്ന് വെച്ചാൽ ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് സ്റ്റാർ വേണോ, ഫ്ലവർ ടൈപ്പ് ഇല്ലേ, അതിനാണ് ഞാൻ സ്റ്റാർ എന്ന് പറയുന്നത് കേട്ടോ. മറ്റേത് ഫിലിപ്സ് ഹെഡാണ്, മറ്റേ 3 എഡ്ജ് ഉള്ളത്. അപ്പോൾ ഇത് ഇട്ടിട്ട് നമുക്ക് നോർമലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഫ്രണ്ടിൽ വരുന്നത് ടൈറ്റ് ചെയ്യാനും ഏറ്റവും ബാക്കിൽ വരുന്നത് ലൂസ് ചെയ്യാനുമാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ളത് നോൺ കോൺടാക്റ്റ് ഇലക്ട്രിക് വോൾട്ടേജ് ടെസ്റ്ററിനുള്ള കീ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ ആണി ഞാൻ എടുത്തിട്ടുണ്ട്. മറ്റേ ഡ്രൈവാൾ സ്ക്രൂ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഈ ഒരു ചാമ്പ മരത്തിൽ നമ്മളൊന്ന് സ്ക്രൂ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ മറ്റേ സ്ക്രൂ ഗണ്ണിൻ്റെ കൂട്ട് ഫുള്ള് സ്ക്രൂ ചെയ്ത് കയറൊന്നുമില്ല കേട്ടോ. കാരണം ഇത് സ്ക്രൂ ഗണ്ണല്ല, ഇത് ഇലക്ട്രിക് വോൾട്ടേജ് ടെസ്റ്ററും ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും, ഇത്രയും കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ പ്രതീക്ഷിക്കാനും പാടുള്ളൂ. നമ്മൾ വേറെ എവിടെ ചെയ്താലും ഫുള്ളായിട്ടൊന്നും കയറില്ല. അപ്പോൾ ഇതിൻ്റെ പരസ്യത്തിലൊക്കെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നമ്മുടെ സാധാരണ മരോ പ്ലൈവുഡ് ആവാൻ ചാൻസ് ഇല്ല. ആ ക്വാളിറ്റി പറഞ്ഞാൽ വെള്ളപ്പുള്ളൊരു പലകില്ല, അതാവുള്ളൂ. എൻ്റെ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ ഇതാണ് മരമാണ്, അവിടെയും ഏകദേശം ഇത്രയും തന്നെ കയറുന്നുള്ളൂ. മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും മരമല്ല, ഇതാണ് പ്ലൈവുഡാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്ലൈവുഡാണ്. അവിടെയും ഒന്ന് കരച്ചിലൊക്കെ വരുന്നുണ്ട് മെഷീത്തിൻ്റെ ഉള്ളിൽ നിന്നും. ടോർക്ക് കൈവിട്ട് പോകുമ്പോൾ ഉള്ള കരച്ചിലൊക്കെ വരുന്നുണ്ട്. കീ എന്ന് പറഞ്ഞൊരു കരച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോർമൽ സ്ക്രൂ ഡ്രൈവർ പോലെ തന്നെ നമുക്ക് അഴിച്ചെടുക്കാവുന്നുള്ളൂ. അതിൻ്റെ അകത്ത് കാര്യങ്ങൾ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ നന്നായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക്, ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം എപ്പോഴും ലാസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ സ്വിച്ച് ബോർഡ് അഴിക്കേണ്ട പണി കിട്ടുക. നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുനടന്നാൽ മതി. സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന വലത്തെ ഭാഗത്ത് കാണുന്ന ടൂൾ കൊണ്ടുനടക്കണം തന്നെയില്ല. ഇനി ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിൽ റെഡും, ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഗ്രീനുമാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗ്രീനാണ്, പക്ഷെ അത് ക്യാമറയുടെ അടുത്ത് വരുമ്പോൾ റെഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇലക്ട്രീഷ്യന്മാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടൂളാണ് കേട്ടോ.